അപ്പൊ ഇന്നത്തെ പരിപാടിയാണ് ശാലിനിന്റെ ബർത്ത്ഡേ ആഘോഷം. ആദ്യം തന്നെ അമ്പലത്തിലേക്ക് ലൊക്കേഷൻ ഇട്ട് പോയ സൂര്യ നമ്മളെ എത്തിച്ചത് ഏതോ പട്ടിക്കാട്ടിലുള്ള ചപ്പുചവറിൽ കൊണ്ടുവന്ന സൂര്യയാണ് നമ്മളെ കാണാൻ പോകുന്നത്. സൂര്യ അങ്ങനെ അവസാനം നമ്മൾ അമ്പലമൊക്കെ കണ്ടുപിടിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ന്യൂക്ലിയസ് മാളിലേക്ക് പോയി. അവിടെ ദാണ്ട കിടക്കുന്ന അടുത്ത മല്ലു. ഗൈസ്, നമുക്ക് പുതിയൊരു മലയാളിനെ കിട്ടിയിരിക്കുകയാണ്. ഐ ബ്രോ, എന്താ പേര്? റാസിക്കോ. വലിയ മാളാന്ന് പറഞ്ഞിട്ട് എന്താ, നമ്മളൊരു കേക്ക് വാങ്ങാൻ പോയപ്പോൾ കേക്ക് പോയിട്ട് ചാക്ക് പോലും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ ഓണൊക്കെ വരല്ലേ, ഉള്ളത് കൊണ്ട് ഓണം എന്നുള്ളതായതുകൊണ്ട് നമ്മൾ അവസാനം കേക്ക് ഒപ്പിച്ച് മുറിക്കാൻ കത്തി വെച്ചപ്പോൾ അവിടെ ആയുധങ്ങൾ അനുവദനീയല്ല പോലും. അപ്പൊ ഗൈസ്, നമ്മളെ പരിപാടികൾ തുടങ്ങുകയായി. വിഷ് ചെയ്യേണ്ടവരൊക്കെ വിഷ് ചെയ്തോളിട്ടോ കൂടെ. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പീസ് ഇക്കനമാണെന്ന്. പിന്നെ ഇങ്ങോട്ട് നിന്നാ അങ്ങോട്ടും കൊടുക്കണല്ലോ, അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. നല്ല കേക്കാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കലും എല്ലാവരും വകയും തിരിച്ചു കൊടുക്കലും കഴിഞ്ഞപ്പം ഗൈസ്, ശാലിനിയെ മുടിപ്പിക്കാനായിട്ട് വന്നതാണ്. ഹായ് ശാലിനി, മുടിക്കപ്പെണ്ണൊക്കെ റെഡി ആയിരിക്കാം ഗൈസ്. അങ്ങനെ ശാലിനിന്റെ ചെലവാണ്. സൂര്യ സെറ്റല്ലേ? നാണിക്കുന്ന എന്തിനാ? ചിക്കൻ കഴിക്കാം. KFC നിരോധിച്ചതായത് നമ്മൾ അടുത്ത് പോയിട്ട് ബിരിയാണി എടുത്തുണ്ടോന്ന്. അങ്ങനെ കൂടെ കിട്ടിയ പെപ്സി ആരും കുടിക്കുന്നുള്ള ചോദ്യത്തിന് ആരും കുടിക്കൂലെന്നായിരുന്നു ആൻസർ. അവസാനം പാക്കാക്കുന്ന പരീക്ഷയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബർത്ത്ഡേകളിനോട് എന്താണ് ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആകെ പറഞ്ഞ ഒരു ആഗ്രഹം എന്നുള്ളത് ലാൻഡൺ കത്തിക്കണം എന്നാണ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നടത്തി കൊടുക്കാൻ കഴിയും നമുക്ക്. ഓക്കെ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ലാസ്റ്റ്ലി ആൻഡ് ലേറ്റ്ലി. സീ യു.